ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് സ്ഥിരം മോഷണം നടത്തുന്ന 19കാരൻ തിരുവനന്തപുരത്ത് പിടിയിൽ. രാജസ്ഥാൻ സ്വദേശിയായ നിതീഷ് മീണയാണ് പിടിയിലായത്. 7 പവൻ സ്വർണവും ഒരു മൊബൈൽ ഫോണും പിടിച്ചെടുത്തു. ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഹരികൃഷ്ണൻ, എങ്ങനെയാണ് ഈ പ്രതി പിടിയിലായത്? ഗോകുൽ, ഇന്നലെ രാത്രി ആണ് ഇത്തരത്തിലൊരു മോഷണം സംഭവിക്കുന്നത്. അതായത് മലബാറിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന മലബാർ എക്സ്പ്രസിലാണ് ഇത്തരത്തിലൊരു മോഷണം ഉണ്ടാകുന്നത്. ഇയാൾ സ്ഥിരമായി ഈ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ആളാണെന്നാണ് പോലീസ് പറയുന്നത്. ഈ റെയിൽവേയിലെ ക്ലീനിംഗ് സ്റ്റാഫിന്റെ വേഷവിധാനത്തിൽ ട്രെയിനകത്ത് കയറി പറ്റുകയും തുടർന്ന് യാത്രക്കാരുടെ അടക്കം സാധനങ്ങൾ മോഷ്ടിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഇന്നലെ രാത്രി ഈ കാര്യവട്ടം ക്യാമ്പസിലുള്ള ഒരു അധ്യാപകന്റെയും കുടുംബത്തിന്റെയും പക്കലുള്ള സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെ ഇയാൾ മോഷ്ടിച്ചെടുക്കുന്നു. ഒരു മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ളവ മോഷ്ടിച്ചെടുക്കുന്നു. ഇതിൽ സംശയം തോന്നിയ ഇവർ എറണാകുളത്ത് വെച്ച് പോലീസിനെ അറിയിക്കുകയും തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഈ രാജസ്ഥാൻ സ്വദേശിയായ 19കാരനായ നിതീഷ് മീണ ഈ പിടിയിലാകുന്നത്. ഇയാൾ കൂടുതൽ അന്വേഷണം നടത്തുമ്പോൾ ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഒരു ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന ഒരു സംഘത്തിലെ കണ്ണിയാണെന്നുള്ളതാണ് പോലീസിന്റെ സംശയം. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഈ പരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ഇന്ന് രാവിലെ ട്രെയിൻ എത്തിയതിനു ശേഷമാണ് ഇയാളെ പിടികൂടുന്നത്. ഇയാളിൽ നിന്ന് ഇവരുടെ അടക്കം 7 പവൻ സ്വർണ്ണാഭരണവും അതേപോലെ ഒരു മൊബൈൽ ഫോണും മറ്റൊരാളുടെ ടാബും പിടിച്ചെടുത്തിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട്. ഏതായാലും ഈ റെയിൽവേ ജീവനക്കാരുടെ തന്നെ വേഷവിധാനത്തിൽ എത്തി മോഷണം നടത്തുകയാണ് ഇയാളുടെ ഒരു രീതി എന്നുള്ളതാണ് പോലീസ് പറയുന്ന വിവരം. ഗോകുൽ, ശരി ഹരികൃഷ്ണൻ, ഏതായാലും 19കാരനാണ് പിടിയിലായിരിക്കുന്നത്. ട്രെയിനിൽ മോഷണം നടത്തുന്ന സംഘത്തിലെ ഒരു കണ്ണി മാത്രമെന്നതാണ് പോലീസിന്റെ നിഗമനം.